സമയം 4 മണി പുലർച്ചെ. നമ്മൾ കേദാർനാഥിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വിളിച്ചു. ഇത്ര നേരത്തെ വിളിക്കുന്നു വിചാരിച്ചില്ല, കണ്ണൊന്നും മെഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ സമയത്ത് ഓട്ടോ വിളിക്കില്ല. നമ്മൾ ഈ ബാഗൊക്കെ ഇട്ടിട്ട് നടക്കണം. ഏറെക്കുറെ എല്ലാം പാക്ക് ചെയ്തു ഇന്നലെ രാത്രി തന്നെ. ഇനി ജസ്റ്റ് പോകുക തന്നെ. ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഒട്ടുമിക്ക ടാക്സി സർവീസും നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അപ്രോച്ച് ചെയ്ത ഒരാളാണ് നമ്മളിപ്പോൾ വിളിച്ചത്. പെർ ഹെഡ് എത്രയാണ് പറഞ്ഞത്? 800. ഒരാൾക്ക് കേദാർനാഥ് വരെ പോകാൻ 800. കേദാർനാഥ് വരെ അല്ല, കേദാർനാഥ് വരെ വണ്ടി പോകില്ല. ഗൗരികുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് ബേസ് ക്യാമ്പ് കേദാർനാഥിൻ്റെ. അവിടെ വരെ പോകാൻ വേണ്ടിയിട്ട് 800 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ്, ഒരു പണ്ടത്തെ മഹീന്ദ്രയുടെ എത്ര സീറ്റർ അത്? ബാക്കിൽ 4, ഇവിടെ 3, ഫ്രണ്ടിൽ 1. പക്ഷെ ഇരിക്കുന്ന നോക്കിക്കേ, അയാൾക്ക് എന്തില്ല, ബാക്ക് റെസ്റ്റ് ഒന്നും ഇല്ല അയാൾക്ക്. അയാൾ അങ്ങനെ ഇരിക്കുക. അവർ രണ്ടുപേരും അവിടെ. സമയം 6:30 മണിയായേ. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. ഗൈസ്, ചായ വേണോ? ചായ വേണ്ടേ? ഞാനൊരു ചായ കുടിക്കട്ടെ. ശ്യാമട്ടനോടെ ഇവിടെ എന്താ മോനെ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. ഇതെന്താടാ അവിടെ എന്താ? മണ്ണൂറില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക തോന്നുന്നു കേട്ടോ. ലാൻഡ് സ്ലൈഡ് സംഭവിക്കാതിരിക്കാൻ. ഗോഡ്, ഇൻസെയിൻ വ്യൂ. അപ്പുറത്തെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടേ. ഹോട്ടലിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഒരു സാധാ ഹോട്ടൽ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സൗകര്യമൊക്കെ ഉണ്ട്. ബിഷ്ത് റെസ്റ്റോറൻറ്റ്, ടീം ധാര. ആലു പറാത്തയ്ക്കുള്ള മാവ് കുഴയ്ക്കുക. ഇവിടെ അതിൽ ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെ അരിയുന്നുണ്ട്. പച്ചമുളകും ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മുടെ ആലു പൊറോത്ത അവിടെ കിടന്ന് ഇങ്ങനെ കുക്കാവുണ്ട് കേട്ടോ. ഇവരുടെ ആലു പൊറോത്ത അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, സംഭവം അടിപൊളിയാണ്. ആലു പൊറാത്ത, തൈര്. സാധാരണ കറി വരലില്ല, പക്ഷെ ഇവർ കറി തന്നിട്ടുണ്ട്. പിന്നെ ഒരു പിക്കിളും. ഇവിടുത്തെ ലോക്കൽ ബസ് കണ്ടോ? ജയ് ബദ്രി, ജയ് കേദാർ. ഇതാരാ? ഹായ്. വേണ്ട, അവിടെ ഇരുന്നോ. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ് കേട്ടോ. ഇത് ഗൗരികുണ്ടിലേക്ക് പോകുന്ന ബസ്സാണ്. ഗൗരികുണ്ടാണ് നമ്മുടെ ബേസ്. കേദാർനാഥിലേക്ക് കയറുന്നതിൻ്റെ ബേസാണ്. ഗൗരികുണ്ടിൽ നിന്ന് വേണം നമ്മൾ 17 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് മേലെ കയറാൻ. അനുസരണയുള്ള പട്ടിക തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊരു ബിസ്ക്കറ്റ് കൊടുക്കാം. ബണ്ണാണോ? കൊടുക്ക്, പാവം വെയിറ്റ് ചെയ്തിരിക്കണുണ്ടല്ലേ. എന്നാ പോവാം. ചായ കുടിച്ചു, ഇനി നമുക്ക് യാത്ര തുടരാം. എത്ര മണിയായി അറിയോ? 7:21. ഇവിടെ ഫുള്ള് പൊടി. ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറകുനിന്ന് ഷോട്ട് കിട്ടും. നമ്മൾ ഈ സൈഡിലിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഷോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശ്യാമുട്ടാ, മുത്തേ, നീ മുത്താടാ, മുത്ത്. നമ്മളെ ദേവപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നമുക്കൊരു ഗംഭീര കാഴ്ച കാണാനുണ്ട്. ചെറിയൊരു ടൗണാണ്, പക്ഷെ ഇവിടെ കാണാനുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ ഈ നദി നോക്കിക്കേ. അവിടെ നിന്ന് വരുന്ന നദിയുടെ കളറും അവിടെ നിന്ന് വരുന്ന നദിയുടെ കളറും കണ്ടോ? ഇത് 2 നദികളാണ്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഒരു ചെളി നിറത്തിൽ ഒഴുകി വരുന്ന നദിയാണ് അളകനന്ദ. ഇവിടെ ഒരു ഗ്രീനിഷ് കളറിൽ ഒഴുകി വരുന്നതാണ് ഭഗീരഥി. ഈ അളകനന്ദയും ഭഗീരഥയും ഒരുമിച്ച് വന്ന് സംഗമിച്ചിട്ട് ഗംഗയായിട്ട് ഒഴുകുന്ന ഒരു സംഭവമാണ് നമുക്ക് ദേവപ്രയാഗിൽ കാണാൻ പറ്റുക. അതിൻ്റെ പുറകിലായിട്ട് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ് കാണാം. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സംഗമം തന്നെയാണ്. ഗംഗാ നദിയായിട്ട് ഒഴുകുന്ന ഈ സംഗമം. ആ കളറാണ് ഇൻട്രസ്റ്റിങ്. വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം 2 നദിയും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നത്. ഋഷികേശിൽ നിന്ന് ഒരു 65 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ദേവപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇപ്പോൾ ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. നമ്മൾ ഷെയർ ടാക്സി ചെയ്തുകൊണ്ട് എന്തായാലും നിർത്തി തന്നു. ഇനി അഥവാ നിർത്തുന്നില്ലെങ്കിൽ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഈ കാഴ്ച കണ്ടിട്ട് പോവുമായിരിക്കും നല്ലത്. ബൈ ബൈ ബൈ, ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടിയും നമ്മുടെ മുന്നിൽ വന്ന ബസ്സും ഒക്കെ അവിടെ പിടിച്ചിട്ടിരിക്കുക. നമ്മൾ ഗൗരിക്കുണ്ട് എത്താനായി. ഇവിടെ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഒരു സൈഡ് മാത്രമേ അറ്റ് എ ടൈം വണ്ടികൾ പോകുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുക. ഇങ്ങനത്തെ റോഡായതുകൊണ്ടാണ് 1 സൈഡ് അറ്റ് എ ടൈം വിടുന്നത്. അയ്യോ, കുലുങ്ങി ഒരു വിധമായി. നമ്മൾ അങ്ങനെ ഗൗരിക്കുണ്ടിൻ്റെ അടുത്തെത്തി. ഗൗരിക്കുണ്ടിൽ എത്തിയിട്ടില്ല. ഗൗരിക്കുണ്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഇപ്പുറം സോനപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സോനപ്രയാഗിലാണ് വണ്ടികളൊക്കെ നിർത്തി തന്നത്. സോനപ്രയാഗിലെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ സ്വന്തം കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും സോനപ്രയാഗ് വരെയാണ് വണ്ടി വരിക. എന്നിട്ട് ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഗൗരിക്കുണ്ട് വരെ ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അത് നടക്കേണ്ടി വരും. നടക്കാൻ ഏകദേശം ഒരു 1 അവറാണ് പറയുന്നത്. കാരണം ഹില്ലാണല്ലോ, കയറി പോകണം. പതുക്കെ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഓൺലൈനായിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്തിയായിരുന്നു. ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കിട്ടും നമുക്ക്. ആ ആപ്ലിക്കേഷന് കയറിയിട്ട് നമ്മുടെ നമ്പർ, അതേപോലെ കോവിഡിൻ്റെ വാക്സിൻ അടിച്ച ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ. അതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ 4 വടി മേടിച്ച് ഒരു വടിക്ക് 40 രൂപ. മേടിച്ചത് 50 രൂപ. ആര് ഇത് 50 രൂപയുടെ വടിയാ? അതെന്താ പ്രത്യേകത? ഇത് കുറച്ച് കനം കൂടുതലുണ്ട്, അതുകൊണ്ട് 50 രൂപ തോന്നുന്നു. കനം കുറഞ്ഞത് ആകുമ്പോൾ കുറച്ച് എന്താ പറയുക, കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. ഈ കഴുതകളിൽ ആളുകളെ കയറ്റിയിട്ട് മാത്രമല്ല സാധനങ്ങൾ കൊണ്ടുപോകാനും. ഇത് കണ്ടോ, ഒരാളെ ചുമന്നിട്ട് കൊണ്ടുപോകണോ. ഡോളി സർവീസ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്തൊരു ബുദ്ധിമുട്ടാണ് അയാൾക്കല്ലേ. നമ്മുടെ ബാഗ് വേണമെങ്കിൽ ഇവരുടെ ഈ സംഭവത്തിൽ വെച്ചിട്ട് പോവാം കേട്ടോ. അതിന് മന്ദിർ വരെ, അതായത് കേദാർനാഥ് ടോപ്പ് വരെ 3000 രൂപയാണ് പറഞ്ഞത്. വിലപേശ ഒന്നുകൂടെ കുറയും. നമ്മളെന്തായാലും ലഗേജ് ഇട്ടിട്ടാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജസ്റ്റ് റേറ്റ് അന്വേഷിച്ചു എന്ന് മാത്രം. നമ്മൾ കയറുന്നതിന് മുന്നേ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 4 മാഗി പറഞ്ഞിട്ടുണ്ട്. മാഗി ഇവിടെ സുലഭമായിട്ട് കിട്ടും. ചിയാ സീഡും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഇട്ട വെള്ളമാണ് കേട്ടോ. അത് എനർജിക്ക് നല്ലതായിരിക്കുമല്ലോ. അത് ഇവിടെ നിന്ന് തന്നെ കലക്കി ഇനി മേലേക്ക് പോകുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കയറ്റത്തിൻ്റെ ആദ്യ ഘട്ടം സോനപ്രയാഗെന്ന് ഗൗരിക്കുണ്ട് വരെ. ഈ പുറകിൽ കാണുന്ന ഈ മലയാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ തുടങ്ങല്ലേ? പിന്നെ അല്ല, കയറേണ്ട മല കണ്ടോ ഗൈസ്. ഇതൊക്കെ ഇവർ ചുമന്ന് കയറുന്ന കാണുമ്പോഴാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ബാഗ് മാത്രമല്ലേ ഉള്ളൂ. ഇവർ കയറുന്ന കയറ്റം ഉണ്ടല്ലോ, അതൊരു 1.5 കയറ്റമാണ്. ശ്യാമട്ടാ, ഷൂ ഒന്നുകൂടെ ടൈറ്റ് ആക്കേണ്ടി വരും, ലൂസാവുന്നുണ്ട്. അയ്യോ, വടി നമുക്കങ്ങനെ കുത്തി നടക്കാം. ഇതിന് ലാൻഡ് സ്ലൈഡോ മറ്റോ സംഭവിച്ചതാണോ, അതോ ഓൾറെഡി ഇങ്ങനെ തന്നെയാണോ? അതറിയില്ല കേട്ടോ. ഇതിപ്പോൾ വന്ന മാറ്റമാണോ അതോ ഓൾറെഡി ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ വഴി കൂടെ തന്നെയാണ് കഴുതയടക്കം എല്ലാവരും കയറി പോവുക. അവർ ചുമന്നിട്ട് വരുന്ന നോക്കി, അത് ഇവിടുത്തെ ആൾക്കാരാണ്. അവർ മേലെയുള്ള ഷോപ്പിലെ ആൾക്കാരായിരിക്കും. ഇതെന്താ ഇത്? 4 അടി നടന്നപ്പോഴേക്കും കത്തിച്ചല്ലോ. ഹെലികോപ്റ്റർ
എന്താ 45 കിലോ ബാക്കിൽ. ശ്യാമുട്ടൻ്റെ ബാഗിന് കുറച്ച് വെയിറ്റ് കൂടുതലാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. മെല്ലെ പോവാം. എടാ ഇത് ചെറിയ കയറ്റാടാ. അത് കഴിഞ്ഞാ പിന്നെ വലിയ കയറ്റാ. അങ്ങനെ പറയല്ലേ. 20 കിലോമീറ്ററിൽ 200 മീറ്റർ പോലും ആയിട്ടുണ്ടാവില്ല. ഇത് ഈ ഒരു സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ്. ചെറിയ ഒരു ദൂരം മാത്രം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതാ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ കയറിയ പോലത്തെ ഒരു വലിയ കയറ്റം തന്നെയാണ്. കണ്ടോ, കഴുതകളും ആളുകളും എല്ലാവരും ഒരു വഴിയിലൂടെയാണ് വരുന്നത്. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? ഹെലികോപ്റ്റർ എടുക്കുകയാണെങ്കിൽ 7,000 മുതൽ 12,000 രൂപ വരെയാണ് വരിക കേട്ടോ. ഹെലികോപ്റ്ററിന് ചാർജ് സീസണലാണ്, ആ റേറ്റാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, അത് കിട്ടും. അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് 1 മാസം മുന്നേ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ സൈഡിൽ കൂടെ വെള്ളം വലിച്ചിറങ്ങുന്നത് കാണാം. അത്തരം സ്ഥലങ്ങളിൽ അധിക നേരം നിൽക്കാൻ പാടില്ല, കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ലാൻഡ് സ്ലൈഡ് വരിക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെ, വേഗം സ്ഥലം വിടണം. അങ്ങനെ നമ്മൾ ഗൗരികുണ്ട് എത്തിയിട്ടോ. സോനപ്രയാഗിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഗൗരികുണ്ടെത്തി. ഗൗരികുണ്ടിൽ കുറച്ച് ഷോപ്പുകളും റൂം വേണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് റൂം വേണ്ട, നമ്മൾ മേലെ കയറിയിട്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, മേലെ കയറിയാൽ കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. നീ പോയി നോക്കുമ്പോൾ അറിയാം ഫുള്ളാണോ അവൈലബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. ഗൗരികുണ്ട് ശരിക്കും ഒരു മാർക്കറ്റ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. സൈഡിൽ ഹോട്ടലും ഇതേ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നേരോ ആയിട്ടുള്ള വഴിയാണ്. കറക്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ. ചപ്പൽസ്, ഷൂസ്, ബാഗ്സ്, ടീഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഇവരൊക്കെ ചുമന്നുകൊണ്ട് കൊണ്ടുപോകണുണ്ടല്ലേ, മേലത്തെ ഷോപ്പുകളിൽ വെക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ തന്നെ കുറേ ഹോട്ടൽ റൂമുകളും സംഭവങ്ങളും ക്ലോക്ക് റൂംസൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ലഗേജ് ഇവിടെ വെച്ചിട്ട് നമുക്ക് മേലേക്ക് കയറാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒരു വണ്ടി കൊണ്ടുപോകണം. നോക്കിക്ക്, തള്ളിയിട്ട് ട്രാക്ടർ. എൻ്റെ അമ്മോ, വാട്ട് ഈസ് ദിസ്? എന്തൊരു കഷ്ടപ്പാടല്ലേ. പോവാ, അത് ജസ്റ്റ് ഒന്ന് കയറിക്കോട്ടെ അല്ലേ, കാണുമ്പോൾ പേടിയാണ്. ഋഷികേശ് 1100 അടിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഗൗരികുണ്ടിലേക്ക് എത്തുമ്പോഴേക്കും 6000 അടി ഹൈറ്റ് ആവും, ഓൾട്ടിറ്റ്യൂഡ് ആവും. ഈ ഗൗരികുണ്ടിൽ നിന്ന് കേദാർനാഥ് എത്തുമ്പോൾ 11,000 അടിയാവും. അതായത് 6000 അടിയിൽ നിന്ന് 11,000 അടിയിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ ആ ഒരു ഭീകരത. നടക്കുന്ന വഴിയിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ അധികം നേരം നിൽക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പോവാം. വാ, അപ്പോൾ നമുക്ക് നടത്തം വീണ്ടും ആരംഭിക്കാം. ചെറിയ രീതിയിൽ തണുപ്പ് കയറുന്നുണ്ട് കേട്ടോ. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ മേലെ എത്തിയ രാത്രിയിലൊരു 8 ഡിഗ്രി വരെ ടെമ്പറേച്ചർ താവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പം അത്ര വലിയ തണുപ്പൊന്നുമില്ല. അങ്ങനെ ഒരു സ്ട്രെച്ച് നടന്നു. എത്ര നടന്നു എന്നറിയില്ല. ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഗ്ലൂക്കോസും ചിയാ സീഡും കൂടെ ഇട്ട് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കുടിക്കാം. How do you feel? It's very interesting to have such a beautiful journey. ഇത് അവസാനം വരെ ഉണ്ടായാൽ മതി. രസമാണ്, പക്ഷേ കുറച്ച് മെനക്കെട്ട് കയറണം. നടക്കണ വഴി മുഴുവൻ കഴുത ചാണകട്ടിട്ട് പോവുക. അത് മുഴുവൻ ക്ലീനാക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. അതോട് വലിയ കുഴപ്പമില്ല. നടക്കണ വഴി അത്യാവശ്യം ക്ലീനാണ്. വ്യൂ ഒന്ന് നോക്കിയേ, എൻ്റെ പൊന്നോ. ഇവിടെ നിന്ന് അഗാധമായ ഗർത്തം. ടുട്ടും ശ്യാമുട്ടനും പുറകിലാണ്, സച്ചു കുറച്ച് ഫ്രണ്ടിലാണ്, ഞാൻ നടുക്കും. ഇവിടെ ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വേണമെങ്കിൽ ടെൻ്റായിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ടെൻ്റൊക്കെ അടിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. സച്ചുവിനെ കണ്ടു കിട്ടി ഗൈസ്, സച്ചുവിനെ കണ്ടു കിട്ടി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സച്ചു ആയിരുന്നു. ഇപ്പം ഞാനും എത്തി.
ഇനി ബാക്കി രണ്ടുപേരും വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതെന്താ? ഓ, നമ്മുടെ ലൊക്കേഷൻ. ഈ കഴുതപ്പുറത്ത് പോകാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് ഡിസ്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ വരും. കാരണം മണിക്കൂറുകളോളം ഇരിക്കണമല്ലോ, മരവിച്ച് പോകും. ബാക്കൊക്കെ വേദനിക്കും, പുറമൊക്കെ വേദനിക്കും. അതെ, നടന്ന് കയറണ്ട, ഇരുന്നാൽ മതി. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ദേ വരുന്നു ബാക്കിയുള്ള 2 പേർ. ശ്യാമുട്ടൻ തൊട്ടുവതാ. അയ്യോ, നടന്ന് മതിയായി തോന്നുന്നു. എന്ത് പറ്റിയടാ? കിറ്റ്കാറ്റ് കഴിക്കേ. 10 രൂപയുടെ കിറ്റ്കാറ്റിന് ഇവിടെ 20 രൂപ ഇരട്ടി. മാർവലസ്. ചായ മിലേഗാ? ആ, മുझे भी एक ചായ ദേതോ. നല്ല ചായ. ക്ഷീണിച്ചതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊന്നുമല്ല, ഇവരാണ് യഥാർത്ഥ താരങ്ങൾ. നമുക്ക് നമ്മളെ തന്നെ കയറ്റാൻ വയ്യ. അപ്പോഴാണ് അവര് ആൾക്കാരെ ചുമന്നിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ചു നേരം നടക്കുക, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, വീണ്ടും നടക്കുക, വീണ്ടും റെസ്റ്റ് എടുക്കുക. ഇതാണ് പരിപാടി. ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ഷൂസ് മേടിക്കുകയാണ് നല്ലത്. ഇനി അഥവാ അതില്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. നനയ്ക്കാൻ പറ്റാത്ത ഷൂ ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ആമസോണിൽ നിന്ന് കിട്ടും. 600 രൂപയാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ, ഇതൊരു സിലിക്കോൺ. ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ നടക്കാം. അടിപൊളി സംഭവമല്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നും പ്രശ്നമല്ല. യു സി, വെള്ളത്തിലാണെന്ന് പോലെ അറിയുന്ന പോലും ഇല്ല അല്ലേ? അടിപൊളി സംഭവം. ഇത് കൊള്ളാം കേട്ടോ. നമ്മൾ കയറുമ്പോൾ 2 മലയാളീസിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താ? അനുരന്യ. കണ്ണൂരും കൊല്ലം. നിങ്ങളപ്പോൾ എപ്പോൾ കയറി? അപ്പോൾ കേദാർനാഥ് പേരെ ഇന്നലെ കയറിയില്ല. ഇനി എത്ര ഉണ്ട്? 11 കിലോമീറ്റർ. 2 കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ട്. 3 കിലോമീറ്റർ. ടോട്ടൽ ഒരു 14 കിലോമീറ്റർ. എങ്ങനെയുണ്ട് മേലെ? കൊള്ളാം. പക്ഷെ മഴ ആയതുകൊണ്ട്. മഴയായിരുന്നു ഇന്നലെ. നമ്മളെ ബാക്കിലൊരു ലാൻഡ് സ്ലൈഡ്. അയ്യോ, അതുവരെ നമുക്ക് ഇതെല്ലാം ഭയങ്കര പേടിച്ചായി പോവല്ലേ. അവിടെ എത്തി കഴിഞ്ഞപ്പോ കൊള്ളായിരുന്നു. കാണാം. ശരി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഷോപ്പുകൾ ഉള്ളതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. വെള്ളോ റെഡ് ബുള്ളല്ലേ ആയിരിക്കണത്. എടാ റെഡ് ബുൾ അടിക്കാം. അപ്പം ഇനി റെഡ് ബുൾ ഗീവ്സ് യു വിങ്സ് എന്നാണല്ലോ. വിങ്സ് തരുമോ ഇല്ലേ നോക്കാം. കുടിച്ചിട്ട് പോവാം. എടുത്തോണ്ടോ ഭയ്യ? റെഡ് ബുൾ കിത്തനെ? 180. ദോ. ദേ വരുന്നു നമ്മുടെ ടീംസ്. റെഡ് ബുൾ കാണിച്ചിട്ട് കൊതിപ്പിക്കട്ടെ. വേണോടാ? വേണ്ട, കുടിക്കരുത് കേട്ടാ. ഉറപ്പാണല്ലോ? എന്ത് സുഖം എന്നറിയത് കുടിക്കുമ്പോൾ. ഇതിന് ഇത്രയും സുഖം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ റെഡ് ബുള്ള് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമായിരിക്കും ഇത്. കാരണം എനർജി ഡ്രിങ്കാണ്. കാണുമ്പോഴേക്കും ആൾക്കാർ ഓടി വന്ന് മേടിച്ച് കുടിക്കുകയും ചെയ്യും. എന്തൊരു സുഖം അറിയത് കുടിക്കുമ്പോൾ. സ്വർഗം. കോടയുടെ ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പം അതുമായി. മേലെ കൂടെ ഹെലികോപ്റ്റർ പോകണുണ്ടോ കോടയ്ക്കുള്ളിലൂടെ. ഇവിടുത്തെ വഴി കണ്ടോ? ഇതുവരെ ഇങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പായി. സമയം 6 മണി. ഇനിയുണ്ട് നമുക്കൊരു 10 കിലോമീറ്ററോളം ദൂരം നടക്കാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട് അത്രേ. 5-6 കിലോമീറ്റർ പോയാൽ കേദാർനാഥ് എത്തില്ല, പക്ഷേ സ്റ്റേനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ക്ഷീണിക്കുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ കയറേണ്ടി വരും. ക്ഷീണിച്ചു. അയ്യോ വയ്യ. ക്ഷീണിച്ചോ? എത്തുന്നേ ഉള്ളൂ. ക്ഷീണിച്ചോ ഗൈസ്? കുറച്ച് ക്ഷീണിച്ചു ഗൈസ്. വഹിക്കുന്നില്ല. എത്ര മണിയായി അറിയോ? 2 മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് 6 മണിയായി. 4 മണിക്കൂറായി നമ്മൾ കയറാൻ തുടങ്ങിയിട്ട്. ക്ഷീണിക്കൂല്ലേ? നമ്മുടെ നേരെ വരുമ്പോൾ നമ്മളിങ്ങനെ വടിയായിട്ട്
ഹേ 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 കണ്ടോ, അങ്ങനെ കാണിച്ചാൽ അവർ ചെരിഞ്ഞു പോകും. ഈ വടി കാണിക്കുമ്പോൾ അവർക്ക് പേടിയാ തോന്നുന്നു. അരേ ബായ് ക്യാ ഹുവാ, കം കം കം, there is no time to rest, കം കം കം. 1 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി ലാസ്റ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട്. എങ്ങനെ ലാസ്റ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം 1 കിലോമീറ്റർ നമ്മൾ നടന്നാ? അപ്പോൾ റെസ്റ്റ് എടുക്കാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. രാത്രി ആയപ്പോഴേ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓണാക്കി തന്നിട്ടുണ്ട്. വലിയ വെളിച്ചമൊന്നുമില്ല, എന്നാലും ഒരു വെട്ടം ചെറിയ രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട്. അത് മതിയല്ലോ, നമുക്ക് കണ്ണ് കണ്ടാൽ മതിയല്ലോ. അമ്മേ, ഇനി ലേശം ഫുഡ് ആവാം. നമുക്ക് കുറച്ച് മാഗി കഴിച്ചിട്ട് പോകാം, കാരണം എനർജി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ദീദിയോട് ഒരു 4 മാഗി പറഞ്ഞിട്ടുണ്ട്. ഹായ്, നാം ക്യാ ഹൈ? अच्छा नाम, तुम्हारा नाम क्या है? सोना. ओ सोना. बाई का नाम श्याम. ऐसे साधन കാണിച്ചിട്ടെ കാണാണ്ടോ? കേദാർനാഥിന്റെ അവിടെ 2 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത്ര തണുപ്പില്ല, കുറച്ചുകൂടെ കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ടുട്ടുവിന്റെ പുറത്തുനിന്ന് പുക വരുന്ന നോക്കിയേ, ചൂടെടുത്ത് വേർത്തിട്ടേ ആ ഒരു ആവി ഇങ്ങനെ വരിക. വേറെ നിന്റെ കാണാനില്ല, ടുട്ടുവിന്റെ മാത്രം നല്ല ആവി വരുന്നുണ്ട്. കർപ്പൂരം കത്തിച്ചാൽ ഓക്സിജൻ കിട്ടും അത്രേ. നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഓക്സിജൻ കുറയാണല്ലോ. കുറച്ച് നമുക്ക് കർപ്പൂരം കത്തിച്ചിട്ട് ശ്വസിച്ചിട്ട് പോവാം. അതിനിടയിൽ നമ്മുടെ മാഗി അവിടെ കിടന്ന് കുക്കാവുന്നുണ്ട്. ആ ഗോഡ ഗോഡ അഡ്വഞ്ചർ നെയ്. എന്താ എന്ത് ക്യൂട്ടാ ചിരി കാണാനല്ലേ. യു ആർ സോ ക്യൂട്ട്, യു ആർ സോ ക്യൂട്ട്. അതിന് ഹിന്ദിയിൽ പറയാ, മാറ്റി പറയാൻ പറ്റുമോ? പറ്റൂല, മാറ്റി പറയാൻ പറ്റൂല. ടണ്ടായ ടണ്ട, എന്ത് തണുപ്പാ ഇവരുടെ കൈ. അയ്യോ എന്ത് തണുപ്പാ അത്. ആ വിറയ്ക്കുന്നു വിറയ്ക്കുന്നു വിറയ്ക്കുന്നു. എപ്പോ പാവം പിള്ളേരല്ലേ വയസ്സ്. ഇവര് നേപ്പാളുകാരാണ്. ഇവർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇവര് ഇവിടെ അത്ര താമസിക്കുന്നത്. എന്താല്ലേ. ബൈ 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 ബൈ. ബൈ ഇല്ല, ഓക്കെ ശുക്രിയ. ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് ഈ കാണുന്നത്. കല്ലുകൾ താഴെ വന്നിട്ട് എത്തുന്നത് കണ്ടോ. ഈ ഭാഗത്തുനിന്ന് പെട്ടെന്ന് നീങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് കടക്കാരൊക്കെ. അപ്പം അധികം നേരം നമുക്കിവിടെ നിൽക്കണ്ട. അയ്യോ നിൽക്കേണ്ടി വരും. ദേ വരുന്നു കഴുതകൾ. സ്ഥലമുണ്ട് ഭാഗ്യം. എന്ത് വഴിയാടാ. അയ്യോ വഴുക്കുന്നു. പാട്ടൊക്കെ വെച്ച് ചില്ല ചെയ്തിട്ടാണ് വരുന്നത്. ഇത് എന്തോരാണിത്, നിൽക്കുന്നുമില്ലല്ലോ ദൈവമേ. അയ്യോ ഓ കഴിഞ്ഞു. അയ്യോ താഴെയൊക്കെ ചളി പിളിയാണ്. പിന്നെ ഷൂവിൻ്റെ കവറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ് നമ്മളങ്ങനെ ലാസ്റ്റ് കഴുതപ്പുറത്ത് കയറാമെന്ന് വിചാരിച്ചു. ആകെ 6 മണിക്കൂർ കൊണ്ട് നമ്മൾ കയറിയത് 8 കിലോമീറ്ററാണ്. പിന്നെയും 9 കിലോമീറ്റർ ബാക്കി. സമയം 8 മണിയായി. അപ്പോൾ നമ്മൾ ഈ സ്പീഡിൽ കയറുകയാണെങ്കിൽ എപ്പോൾ എത്താനാ? 12-1 മണിയാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോണി എടുക്കാമെന്ന് വിചാരിച്ചു. താഴെ നിന്നാണ് റേറ്റ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 3500-4000 രൂപ വരും. ഇത് നമ്മൾ പകുതി കയറിയതുകൊണ്ട് അവർ 1500 രൂപയ്ക്ക് അമ്മേ പെർമിഷൻ തന്നു. കഴുതപ്പുറത്തിരുന്നിട്ട് വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹസികതയാണ്. അയ്യോ കുറച്ചിങ്ങനെ നടന്നിട്ടേ ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും. കഴുതയ്ക്ക് റെസ്റ്റ് ടൈം. കഴുതയാണെങ്കിലേ തറ്റത്ത് കൂടെ പോന്നേ. പോണി തറ്റത്ത് കൂടെ മനുഷ്യൻ പേടിച്ചിട്ട് ഇതിനൊന്ന് താഴത്തേക്ക് അടി തെറ്റി വീഴുന്നുള്ള പേടിയാണേ. ഇതിനെന്താന്ന് നേരം പോലെ കുറച്ച് നടുക്ക് കൂടെ പോവാ. അതില്ല. അടി കൂടല്ലേ. എൻ്റെ പൊന്നോ അങ്ങനെ എത്തിയിട്ടാ നമ്മൾ. ഗൈസ് ഫൈനലി നമ്മളൊരു
ഒരു ടെൻറ്റ് സെറ്റപ്പ്, ടെൻ്റല്ല ഷെഡൊക്കെ അടിച്ചൊരു റൂമിലാണ്. പെർ ഹെഡ് 300 രൂപയ്ക്ക് ആണ് നമുക്കിത് ബുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ശരിക്കും മടുത്തെന്ന് പറഞ്ഞാൽ അവസാനമാകുമ്പോഴേക്ക് ആ കഴുതയുടെ മേലെ കയറിയിട്ടേ ഭയങ്കര ഇങ്ങനെ ആടി ഒരു വിധമായി. ഇനി കൂടുതൽ വർത്തമാനങ്ങളൊന്നുമില്ല, ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. ഗുഡ് നൈറ്റ് ഗൈസ്. നമ്മൾ ഫുള്ള് സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ടിട്ട് അതൊക്കെ തന്നിട്ടുണ്ട്. അത്ര തണുപ്പാണ്, 6 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്. ഇതാണ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. ഇന്നലെ കാണിക്കാനുള്ള ഒരു എന്തുണ്ടായിരുന്നില്ല, ത്രാണിയില്ലായിരുന്നു. ഇങ്ങനെയൊരു ഷീറ്റടിച്ച ഒരു റൂമിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മൾ കുറേ നേരം കിടന്നു ഉറങ്ങി. പുറത്ത് നല്ല മഴ. ഈ ഡോറ് തുറക്കാൻ പോലുള്ള എന്താ പറയുക ശേഷിയില്ല. ലുക്ക്, പുറത്ത് നല്ല മഴയും ആൾക്കാരൊക്കെ ഡോളി സർവീസിൽ പോകുന്നത് കണ്ടോ, തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക അവരൊക്കെ. ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് നമ്മുടെ കേദാർ ടെമ്പിൾ. രാവിലെ എഴുന്നേറ്റ് 10 മണിയായിട്ടോ ഇപ്പോൾ. പക്ഷേ തണുപ്പെന്ന് പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടുത്തെ ചെറിയൊരു ചായക്കട. ഇവിടെ നിന്ന് നൂഡിൽസും ചായയൊക്കെ കുടിച്ചു. ഒരു ചായ 30 രൂപ, ഒരു നൂഡിൽസ് 70 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഭയങ്കര എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അത്ര റേറ്റൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഈ കാണുന്ന ഷെഡുകളില്ലേ, ഈ ഷെഡിലാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഇത്തരത്തിലുള്ള കുറച്ചധികം ഷെഡുകളുണ്ട്, പിന്നെ ടെൻറ്റുകളുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ചെറിയ മഴയുണ്ട്, പക്ഷെ തണുപ്പിൻ്റെ കൂടെ മഴ കൂടെ വരുമ്പോണ്ടല്ലോ അത് സഹിക്കാവുന്നതിനും അപ്പുറമാവും. ഈ സൈഡിൽ കാണുന്നതെല്ലാം നമുക്ക് താമസിക്കാനുള്ള ടെൻറ്റുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നൂഡിൽസ്, ചായ, പിന്നെന്താ ദാലും ചാവലും, അതായത് പരിപ്പും ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. നമ്മൾ താമസിച്ച ടെൻറ്റിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് കേദാർനാഥ് ടെമ്പിളിലേക്ക്. ദൂരെയുള്ള മലയിൽ ഇപ്പോൾ വിസിബിൾ അല്ല. ദൂരെയുള്ള മല എന്ന് പറഞ്ഞാൽ ഹിമാലയൻ പീക്സ് ആണ്. ഹിമാലയ മലനിരകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ണായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ ഫോഗ് ആയതുകൊണ്ട് ഫോണിലൂടെ വ്യക്തമല്ല. 11,000 അടി ആൾട്ടിറ്റ്യൂഡ് കൂടെ നടക്കായതുകൊണ്ടേ നടക്കുന്തോറും എന്താ പറയുക, ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് പെട്ടെന്ന് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നടക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂം ഉച്ചവരെ ഉള്ളതുകൊണ്ട് നമ്മുടെ ലഗേജും സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. അത് തന്നെ വലിയൊരു ഉപകാരം. ഈ സൈഡിലായിട്ടൊക്കെ ടെൻറ്റുകളുണ്ട്. ഒരു മലയുടെ താഴ്വാരത്ത് ടെൻ്റ് അടിച്ച് സ്റ്റേ. അടിപൊളിയല്ലേ സംഭവം? ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ നടന്ന് കയറുക എന്നുള്ളത് കുറച്ചധികം ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കും എന്നാൽ ഗോഡയുണ്ടല്ലോ, ഗോഡയിൽ കയറാം. പക്ഷെ ഗോഡയിൽ കയറുക എന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഗോഡയിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും നടന്ന് കയറിയാൽ മതിയായിരുന്നു. ഫൈനലി ഗൈസ്, ഓ മൈ ഗോഡ്, നമ്മൾ കേദാർനാഥ് ടെമ്പിളിൽ എത്തിയിരിക്കുന്നു. എന്താല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കയറിയതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ചുറ്റും മലനിരകൾ, ചുറ്റുമുള്ള മലനിരകളുടെ നടുക്കായിട്ട് നമ്മുടെ കേദാർനാഥ് ടെമ്പിൾ. കേദാറിലെ നാഥൻ എന്ന് പറയുന്നത് പരമശിവനാണ്. അദ്ദേഹത്തെ വേർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു അമ്പലമാണ് കേദാർനാഥ്. ശ്യാംട്ടാ, മഹാഭാരതത്തിൽ എന്താണ് കേദാർനാഥിനെ കുറിച്ചിട്ട് പറയുന്നത്? മഹാഭാരതത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം ഉണ്ടാക്കിയത് പാണ്ഡവന്മാർ മഹാഭാരതത്തിൽ കുറേ തെറ്റ് ചെയ്തല്ലോ. ആ തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടി ശിവൻ്റെ അടുത്ത് വന്നിട്ട് തപസ്സിരുന്ന് ഒരുപാട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഇവിടെ നിന്നിട്ടാണ് ശിവൻ ക്ഷമ കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിന് ശേഷം 2 കഥകളുണ്ട്. ഒരു കഥയിൽ പറയുന്നത് പാണ്ഡവ കുടുംബത്തിൽ തന്നെ 3-ാം തലമുറയിൽ വരുന്ന ഒരു രാജാവ് പിന്നീട് ഈ അമ്പലം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ലാണ്ട് AD 800-കളിൽ ആദിശങ്കരാചാര്യർ ആണിത് ക്രിയേറ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രീ വിൻ്റർ സീസണിലാണ്, അതായത് സെപ്റ്റംബറിൽ. ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ, അതായത് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ഇങ്ങോട്ടേക്ക് ആർക്കും തന്നെ കടക്കാനാവില്ല. അങ്ങനത്തെ രീതിയിൽ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴി മുഴുവൻ തടസ്സപ്പെടും. അത്രയും സമയം കേദാർനാഥിനകത്തുള്ള ശിവൻ്റെ വിഗ്രഹത്തെ അവിടുത്തെ തന്ത്രി താഴെ കൊണ്ടുപോയിട്ട് പൂജിക്കും. അതായത് ഇവിടെ അടച്ചിടുന്ന അത്രയും സമയം പൂജ മുടക്കാതെ താഴ്ന്ന് പൂജിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
അത് കഴിഞ്ഞ് വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് ഏകദേശം മെയ് ജൂണിൽ ആവുമ്പോഴാണ് പിന്നെ റീ ഓപ്പൺ വരിക. ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഹെവി റെയിൻഫോളും ലാൻഡ് സ്ലൈഡും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ആൾക്കാർ അതൊന്നും വകവെക്കാതെ ഇങ്ങോട്ടേക്ക് ഒരുപാട് ഭക്തർ വരുന്നതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഭക്തർ ഇരിക്കുന്നത് കാണാം. അവർ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനകത്ത് ഇരിക്കുക എന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എത്ര കാലമായി എന്നുള്ളത് അറിയില്ല. ചാർധാം യാത്ര നിങ്ങൾ കേട്ടിട്ടില്ലേ? ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ യമുനോത്രി ആദ്യം സന്ദർശിക്കും, ഗംഗോത്രി രണ്ടാമത് സന്ദർശിക്കും, അതിനുശേഷം ഇവിടെ കേദാർനാഥിലേക്ക് വരും, എന്നിട്ട് ബദ്രിനാഥ് പോയിട്ട് യാത്ര അവസാനിപ്പിക്കും. അങ്ങനെയുള്ള ഒരു തീർത്ഥാടന യാത്രയാണ് ചാർധാം യാത്ര. ഇതിൽ ധാം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സെൻറ്റർ എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഇപ്പോൾ നടത്തുന്നത് ദോധാം യാത്രയാണ്. ഒന്ന് കേദാർനാഥ്, രണ്ടാമത്തത് ബദ്രിനാഥ്. കേദാർനാഥിനോട് ചേർന്ന് ഒഴുകുന്ന നദിയാണ് മന്ദാകിനി. ആ മന്ദാകിനി നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇത്തരത്തിൽ നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ടെമ്പിളിനകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പ്രോഹിബിറ്റഡ് ആണ്. ഏതൊരു അമ്പലത്തിലെയും പോലെ ഇവിടെ വന്ന് ദർശനം മേടിക്കുക, തിരിച്ചു പോകുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് മടങ്ങായി. കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല, അത്ര തണുപ്പ് കാരണേ. കുറച്ചുകൂടെ നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു മഴയില്ലെങ്കിൽ. പക്ഷേ ഇത് ഭയങ്കര തണുപ്പ്. നമ്മൾ ഗ്ലൗസൊക്കെ മേടിച്ചു, ഗ്ലൗസൊക്കെ ഇട്ട് കൈയൊക്കെ ഇപ്പോൾ ഇതടക്കം നനഞ്ഞ് മരവിച്ച് തുടങ്ങി. പോവാന്നാ. അപ്പോൾ ഓരോരുത്തരുടെ കോലം കണ്ടില്ലേ? എന്നാ പോയാലോ? പക്ഷെ ഇവർ ഇത്തരത്തിലൊന്ന് ഇരിക്കുന്നു നോക്കിക്കേ. ചെറിയൊരു ചൂട് കായാനുള്ള സംഭവം വെച്ചിട്ട് ഗ്ലൗസും ഇല്ല, സ്വെറ്ററും ഇല്ല, അങ്ങനെ കിടക്കുക. പോവാ, നമുക്ക് തിരിച്ചു പോവല്ലേ? നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് റൂമിലെത്തി. ഒന്ന് ചൂട് കായാനിരിക്കുക. എല്ലാവരും നനഞ്ഞൊരു വിധമായി. ഒരുത്തൻ്റെ സോക്സൊന്നും ഷൂന്നൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഇവിടെ ഗ്ലൗസൊക്കെ നനഞ്ഞൊട്ടി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാൻ അധികമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് റെഡിയാവുന്നു, എന്നിട്ട് പതുക്കെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ചെറുതായിട്ട് നമുക്ക് ഹിമാലയ പർവ്വതം വിസിബിളായിട്ട് കാണാം. സോ കേദാർനാഥിനോട് ബൈ ബൈ പറഞ്ഞ് ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടൊരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ തണുപ്പൊട്ടും കുറവില്ല. ഇവിടെ നിന്ന് തിരിച്ച് ഗോഡയിൽ ഇറങ്ങുകയാണെങ്കിൽ 1200 രൂപയ്ക്കാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇപ്പോൾ ഗോഡ എടുക്കുന്നില്ല. പറ്റാവുന്ന അത്രത്തോളം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നോക്കാമെന്നാണ് ഇപ്പോൾ പ്ലാനാക്കിയിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ടുട്ടുവിൻ്റെ കാല് ചെറുതായി ഒന്ന് മടങ്ങി, നടക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് നമുക്ക് കുറച്ച് ഗോഡക്കാരും വന്നു. ഒരു എത്രയാ 1800 പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ പിന്നെ വില പേശി ഒരു 1200 എത്തിച്ചു. അവർ താഴേക്ക് കാലിയടിച്ച് പോവാണ്. അപ്പോൾ കിട്ടുന്നത് ലാഭം, അവർക്കും ലാഭം നമുക്കും ലാഭം. നമ്മൾ ഇന്നലെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറി വന്നത് 1500-നാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് താഴേക്ക് 1200 എന്ന് പറയുന്നത് അത്ര കൂടുതലൊന്നുമല്ല. സോ നമുക്ക് ഗോഡ എടുത്ത് പോവാം. 4 മണിക്ക് കയറിയിട്ട് 7:30 മണിയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ഗൗരിക്കുണ്ടിലെ കവാടത്തിൻ്റെ അവിടേക്ക് എത്തി. ഇതുവരെയാണ് ഗോഡ വരിക. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ സോനപ്രയാഗ് എന്ന സ്ഥലത്തെത്തും. ആകെ പെട്ടു ഗൈസ്. നമ്മൾ ഗൗരിക്കുണ്ടിൽ നിന്ന് സോനപ്രയാഗിക്ക് പോകുന്ന വഴി ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നാളെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ റൂം നോക്കുമ്പോൾ ഒറ്റ റൂമില്ല. തിരഞ്ഞ് മതിയായി. ഇനി ആകെ ഒരു റൂം കിട്ടിയാൽ ആ റൂമിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിനുള്ളിലേക്ക് പോകാം. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റൂം. ഇവിടെ ഒന്നും കാണാനില്ലല്ലേ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അടിയിലേക്കുള്ളൊരു സ്ഥലം കാണാം. അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഇതൊക്കെ ഒരു റൂമാണ്. എന്താണ് അവിടുത്തെ കാഴ്ച? ഇവിടുത്തെ ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് ബ്ലോക്കായിട്ട് ഇവിടെയുള്ള എല്ലാ ലോഡ്ജുകളും ഹോട്ടലുകളും ഫുള്ളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ എടുക്കേണ്ട ഒരു സംഭവം വന്നത്. ഇതിൻ്റെ അടിക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡോമെട്രി. ഉണ്ണേട്ടൻ ഇരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് എടുക്കാൻ കിട്ടിയത്. ഞങ്ങൾ 4 ആൾക്ക് അവിടെ. ഞങ്ങൾ അടിയിലത്തെ വേറെ കാഴ്ചകൾ കാണിച്ചത് കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ വേറെ ആൾക്കാരുകളുണ്ട് എന്നുള്ള അടിയിൽ 2 സൈഡിലായിട്ട് മുകളിൽ. അതേപോലെ ഞങ്ങളും 4 ആൾക്കാർ. ഇതിന് ഏറ്റവും കൗതുകപരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 1800 രൂപയാണ് ഈ ചെറിയൊരു പ്ലാറ്റ്ഫോം. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതൊന്ന് നോക്കൂ ഗൈസ്. നമുക്ക് ഒരു രാത്രി തല ചായ്ക്കാൻ ഒരിടം, അത് അങ്ങനെ ഇതിനെ കാണാൻ പാടുള്ളൂ. ഇതിനെ റൂമൊന്നും വിളിക്കാൻ പറ്റില്ല. എന്താ ഇത്? നമ്മുടെ ലഗേജ്, അവിടെ ഓരോ ബെഡ്ഷീറ്റ് സാധനങ്ങളും
ഇതിൻ്റെ താഴെ വേറെ ആൾക്കാർ. അങ്ങനെ എന്തെന്ന് പറയാം, ഇതാണ് അവസ്ഥ. അയ്യോ, ഒരു രാത്രി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടട്ടെ. അപ്പോൾ ഉത്തരാഖണ്ഡ് സീരീസിലെ ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കേദാർനാഥ് യാത്രയോട് കൂടിയിട്ട് ഏകദേശം നമ്മുടെ കാര്യം തീരുമാനമായി. ഈ നാളെ നമുക്ക് ബദ്രീനാഥ് പോകണം. വ്ളോഗായിട്ട് വരും. അതെ, ലാൻഡ് സ്ലൈഡൊക്കെ സംബന്ധിച്ച് നാളെ എപ്പോഴാണ് ഇവിടുന്ന് കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.